ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്തോ ഒരു കോള് നടന്നിട്ടുണ്ടല്ലോ. കുറച്ചധികം പൈസ പൊട്ടിച്ച മട്ടുണ്ടല്ലോ. എന്താ സംഭവം? അത് ഞാൻ പറയാം. ആദ്യം ഞാൻ ഇതൊന്ന് അകത്ത് കൊണ്ടുവയ്ക്കട്ടെ. എന്താ എഴുതിയിരിക്കുന്നെന്ന് മാഡം തന്നെ പറഞ്ഞു തരും. ഇതെന്തേ നാണം കണ്ടാവും. എന്നാ പിന്നെ മാഡത്തിനോട് തന്നെ ചോദിച്ചു കളയാം. ഓ എന്തായാലും തലകുണ ദിവസമൊന്നുമല്ലോ. ഭാര്യ ഭർത്താവിനൊരു പ്രേമലേഖനം എഴുതി, അത്രയല്ലേ ഉള്ളൂ. ഓ ഹൃദയ സരസിലേ. അതെ, ഇതെന്താന്ന് മനസ്സിലായില്ല. ഒരുപാട് സാഹിത്യമൊക്കെ എഴുതുന്ന ആളല്ലേ. പിന്നെ മനോഹരമായിട്ട് പാട്ടുകൾ എഴുതുന്ന ആള്. അതിനുള്ളൊരു മറുപടിയാണെന്ന് വിചാരിച്ചു. അല്ല, ഞാൻ എഴുതി മലയാളത്തിലല്ലേ, അപ്പൊ ഇംഗ്ലീഷിൽ മറുപടി എന്ന് എന്നെ മനഃപൂർവ്വം കളിയാക്കാൻ വേണ്ടിട്ടല്ലേ. മാഡം, വരൂ. വിഷ്ണുട്ടാ, ആളെ മനസ്സിലായോ? രാമേട്ടൻ. ഇത് എത്ര നാളെ കണ്ടിട്ട്? തടിച്ചങ്ങള് 2 മാസത്തിന് ലീവിന് പോയ രാമേട്ടൻ തിരിച്ചു വന്നിരിക്കാം. അത് ശരി. അതുകൊണ്ട് വിഷ്ണുവേട്ടന്റെ താൽക്കാലിക വേക്കൻസി അവസാനിച്ചു. അതിന്റെ ഓർഡറായി ലെറ്റർ. അത് ശരി. അല്ല, ഈ ലെറ്റർ 2 മാസം പെട്ടെന്നങ്ങ് പോയല്ലേ. താൽക്കാലിക വേക്കൻസി ആയിരുന്നല്ലോ, അത് തീർന്നു. ഇനി വിഷ്ണുവേട്ടൻ ഇവിടെ ജോലി തുടരണമെങ്കിൽ ഇതുപോലെ ആരെങ്കിലും ലീവിന് പോണം. പോകുമ്പോ ആരാണോ ഇവിടേക്ക് ജോലി തന്നത് അവരോട് പറഞ്ഞിട്ട് പോയാ മതി. ഏതെങ്കിലും താൽക്കാലിക വേക്കൻസി വരുമ്പോ പറയും. എന്താ ആലോചിക്കുന്നത്? ജോലിക്ക് കയറുമ്പോ പ്രത്യേകം പറഞ്ഞിരുന്നാണല്ലോ താൽക്കാലിക വേക്കൻസിയാണ്, ലീവ് എടുത്ത് പോയ ആള് തിരിച്ചു വരുമ്പോ മാറിക്കൊടുക്കണമെന്നൊക്കെ. പറഞ്ഞത് മറന്നുപോയോ? അതൊക്കെ ഓർമ്മയുണ്ട്. എന്നെ താക്കോൽ ഇപ്പൊ എവിടെ വെച്ചേ? വണ്ടി അവിടെ പാർക്ക് ചെയ്തിരുന്നു, കുഴപ്പമൊന്നുമില്ല. അപ്പോ ഓൾ ദി ബെസ്റ്റ്. രാമേട്ടൻ എന്നാ ചെന്നോളൂ. ശരി മാഡം. അറിയാവുന്നതാണ്, മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചിരുന്നു. നല്ല പെട്ടെന്ന് കേട്ടപ്പോ ഒരു വിഷമം പോലെ. അത് സാരില്ല, അത് മാറിക്കോളും. അപ്പൊ എന്നാ വരട്ടെ കളക്ടർ മാഡം. അതെ, കണക്കുകൾ എന്തെങ്കിലും സെറ്റിൽ ചെയ്യാനുണ്ടെങ്കിൽ അനുവിനോട് പറഞ്ഞാൽ മതി. അനു അക്കൗണ്ട്സിൽ പറഞ്ഞോളൂ. ഇവിടുത്തെ കണക്കുകളൊക്കെ ശരിയാ. തെറ്റിയത് എന്റെ കണക്കുകളാ. ഇപ്പോഴത് മനസ്സിലായേ.
സത്യമ്മ. ആഹാ കഴിക്കാൻ വല്ലതും വാങ്ങിച്ചോ? ഓ കഴിക്കാനുള്ളതും വാങ്ങിച്ചു, രണ്ടുപേർക്കും കളിക്കാനുള്ളതും വാങ്ങിച്ചു. എനിക്കില്ലേ സത്യമ്മേ? ഓ ഉണ്ടല്ലോ. ദാ ഹായ് എയറോപ്ലെയിൻ. ദേ ഇതില് ചോക്ലേറ്റും ഉണ്ട്. ഇങ്ങ് തന്നെ. വാ പപ്പി, നമുക്ക് മോളിൽ പോയിരുന്ന് കളിക്കാം. ഓക്കെ. ഓടി വീഴല്ലേ? ഈ പ്ലെയിൻ കൊള്ളാം. നല്ല ഭംഗിയുണ്ടല്ലേ? എന്തോ ഒരു കോള് നടന്നിട്ടുണ്ടല്ലോ. കുറച്ചധികം പൈസ പൊട്ടിച്ച മട്ടുണ്ടല്ലോ. എന്താ സംഭവം? അത് ഞാൻ പറയാം. ആദ്യം ഞാൻ ഇതൊന്ന് അകത്ത് കൊണ്ടുവയ്ക്കട്ടെ. ആ. പതിവില്ലാതെ വലിയ സന്തോഷത്തിലാണല്ലേ. ഇതിപ്പോ എന്ത് ലോട്ടറി ആണോ അടിച്ചത്? അമ്മേ, ദേ പ്ലെയിൻ. ആഹാ കൊള്ളാലോ. ഇതാര് വാങ്ങി തന്നതാ? സത്യമ്മ വാങ്ങിച്ചു തന്നതാ. എനിക്ക് വാങ്ങി തന്നു. ഹാ? ദേ ചോക്ലേറ്റും ഉണ്ട്. ദാ പപ്പി പിടിച്ചോ. ആ അപ്പൊ രണ്ടുപേർക്കും കൂടി കളിക്കാലോ. അതെ, ഞാൻ ഈ തുണി മടക്കി വെച്ചിട്ട് നിങ്ങക്ക് എന്തെങ്കിലും കഴിക്കാൻ എടുത്തു തരാം. അതുവരെ രണ്ടുപേരും ദേ ഇത് വെച്ച് കളിച്ചോണ്ടിരിക്കണേ.